പ്രവീൺ പൂർവാർത്ത് ഫസ്റ്റ് പേപ്പറിൽ വരുന്ന സ്കന്ദഗുപ്തനിലെ ഒരു ടിപ്പണിയാണ് ശർവനാങ്ക്. ശർവനാങ്ക് സഹജശൂർ ദൃഢസങ്കല്പവാൻ സരൽ അവർ പുരുഷാർത്ഥി ഹേ. ശർവനാങ്ക് ശൂരനും ദൃഢനിശ്ചയമുള്ളവനും സരളനും പുരുഷാർത്ഥിയുമാണ്. മാനവീയ പാത്രമേ ശർവനാങ്ക് മനോവികാർ സേ ഭരാ ഹേ. ജയശങ്കർ പ്രസാദിൻ്റെ മാനവീയ കഥാപാത്രമായ ശർവനാങ്ക് മനോവികാരങ്ങൾ നിറഞ്ഞ ഒരു കഥാപാത്രമാണ്. സച്ചാവീർ ഭടാർക്ക് आदि के षट यंत्र में सम्मिलित होने के पूर्व उसका अंतःकरण शुद्ध और सात्विक है. ഭടാർക്ക് അനന്തദേവി തുടങ്ങിയവരുടെ ഗൂഢാലോചനയിൽ പങ്കുചേരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായും ശുദ്ധവും സാത്വികവുമാണ്. ഉസേ അപ്പനെ പുരുഷാർത്ഥ പർ പൂർണ്ണ വിശ്വാസെ. അദ്ദേഹത്തിന് തൻ്റെ പുരുഷാർത്ഥത്തിൽ അല്ലെങ്കിൽ തൻ്റെ കർമ്മഫലത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. വഹ് കിസിസെ ഭയഭീതി നഹി ഹോത്ത. അദ്ദേഹം ആരെയും ഭയപ്പെടുന്നില്ല. പ്രപഞ്ചബുദ്ധി കെ ചൗങ്കിനെ പർ വഹ് കഹത്താ ഹെ. അതായത് പ്രപഞ്ചബുദ്ധി അതുപോലെ ഭടാർക്ക് അനന്തദേവിയൊക്കെ ചേർന്ന് രാജാവിനെ കൊല്ലാനുള്ള പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. അതുകൊണ്ട് അവർ ആരാണ് വരുന്നത് അന്നിങ്ങനെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ശർവനാങ്ക് ഇതൊന്നും അറിയാതെ പ്രപഞ്ചബുദ്ധിയോട് ചോദിക്കുന്നു, പരന്തു ആപ്പ് ചൗങ്കത്തേക്കോംഹോ. താങ്കൾ ഇത്ര ശ്രദ്ധാലുവായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മെയിൻതോ കഭി ഭി വഹ് ചിന്ത നഹി കർത്താക്കി കോൻ ആയ അവർ കോൻ ആയക. ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആര് വന്നു അല്ലെങ്കിൽ ആര് വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. मैं खड्ग हाथ में लिए प्रत्येक ഭവിഷ്യത് की പരീക്ഷ കർത്താഹം. ഞാൻ വാള് കയ്യിലേന്തി വരാൻ പോകുന്ന ഓരോ നിമിഷത്തെയും പരീക്ഷിക്കുന്നു. ജോ കുച്ച് ഹോക വഹി നിപട്ടാലേക. വരുന്നതിനെ വരും പോലെ നേരിടും. ഉസ്കെ ഇസ് കഥൻമേ ഉസ്കി നിശങ്ക് വീരത വ്യഞ്ചിത് ഹോത്തികെ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വീരത്വം നിസ്സംശയം സ്പഷ്ടമാകുന്നു. जब भडार्क उसके सामने महादेवी की हत्या का प्रस्ताव रखता है तब वह अत्यंत दृढ़ता से निर्भीकता पूर्वक कहता है. ഭടാർക്ക് എപ്പോഴാണോ മഹാദേവിയുടെ കൊല എന്ന പ്രസ്താവന ശർവനാങ്കിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് അപ്പോൾ അദ്ദേഹം വളരെ ദൃഢതയോടുകൂടി നിർഭയത്വത്തോടുകൂടി ഇങ്ങനെ പറയുന്നു, നാപ്തൗൽ മേം നഹി ജാൻത മുझे ശത്രു ദിഖാദോ. അതായത് വിലപേശാൻ എനിക്കറിയില്ല, ശത്രുവിനെ എനിക്ക് കാണിച്ചു തരൂ. മീ ഭൂക്കെ ഫേണ്ടിയേക്ക് ഭാന്തി ഉസ്കാ രക്തപാൻ കർലൂങ്ക ചാഹേ മേ ഹി ക്യോന മാരാ ജാവം. ഞാനൊരു വിശക്കുന്ന ചെന്നായെപ്പോലെ ശത്രുവിൻ്റെ മേൽ ചാടി വീഴും, എന്നിട്ട് ആ രക്തം കുടിക്കും. പരന്തു നിരീഹ് ഹത്യ മുച്ചസേനയും. എന്നാൽ ഒരു നിരപരാധിയുടെ കൊല എന്നെ കൊണ്ട് വയ്യ. തും സൈനിക് ഹോ ഉഠാവോ തൽവാർ. നീ സൈനികനാണെങ്കിൽ വാളെടുക്കൂ. ചലോ 2,000 ശത്രുവും പർ ഹം 2 മനുഷ്യ ആക്രമൺ കരെ. 2000 ശത്രുക്കളുടെ മേൽ നമ്മൾ 2 പേർ ചേർന്ന് ആക്രമിക്കാം. ദേഖേ മരണസെ കോൻ ഭാഗത്താകെ. മരണത്തിൽ നിന്നും ആര് രക്ഷപ്പെട്ടോടുമെന്ന് നമുക്ക് കാണാം. കായരുത അബല മഹാദേവി കി ഹത്യ കിസ് പ്രലോഭന്മേ തും പിശാജ് ബൻ രഹേ ഹോ. ഭീരുത്വം അബലയായ മഹാദേവിയുടെ കൊലപാതകം ഏത് പ്രലോഭനത്തിൽപ്പെട്ടാണ് നീ ഇങ്ങനെ പിശാചായി മാറിയത്? ഐസി നിർഭീക് വീർ കിസി സെ ഡർത്താ ഹെ തോ വഹ് അപ്പനി പത്നി രാമ സെ ഡർത്താ ഹെ. അങ്ങനെയുള്ള നിർഭയനായ വ്യക്തി ആരെയെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ അത് തൻ്റെ ഭാര്യയായ രാമയെ ഭയപ്പെടുന്നു. ജബ് വഹ് ഉസെ ഡാണ്ഡത്തി ഹെ തോ ഖബരാ ഉഠ്താ ഹെ. അതായത് രാമ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുമ്പോൾ അദ്ദേഹം വല്ലാതെ പരിഭ്രമിക്കുന്നു. വഹ് സ്വയം സ്വീകാർ കർത്താ ഹെ. ക്രോധ സെ ഗർജിത്തെ ഹുയെ സിംഹ കി പൂഞ്ച് ഉഗാഡ് സക്താ ഹെ പരന്തു സിംഹവാഹിനി ദേഖ് കർ മേരെ ദേവത കൂജ് കർ ജാത്തെ ഹെ. അദ്ദേഹം സ്വയം ഇങ്ങനെ പറയുന്നു, ക്രോധത്താൽ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ വാലിൽ പിടിച്ച് ഞാൻ ചുഴറ്റിയെറിയാം. എന്നാൽ സിംഹവാഹിനി കാണുമ്പോൾ തന്നെ ഞാൻ വല്ലാതെ സങ്കോചപ്പെടുന്നു. അല്ലെങ്കിൽ ഭാര്യയുടെ ദേഷ്യപ്പെട്ട രൂപം അത് കാണുമ്പോൾ തന്നെ ഞാൻ ഭയപ്പെടുന്നു. കുസംഗതി കാ പ്രഭാവ. കുസംഗതി എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരുമായുള്ള കൂട്ടുകെട്ടിൻ്റെ പ്രഭാവം. ശർവനാങ്ക് സ്പഷ്ടവാദി ആത്മവിശ്വാസി സീത അവർ സച്ച വീർ യോദ്ധാതെ. ശർവനാങ്ക് സ്പഷ്ടവാദിയും ആത്മവിശ്വാസിയും അതുപോലെ സത്യസന്ധനും നീതിമാനും നിഷ്കപടനുമായൊരു യോദ്ധാവായിരുന്നു. ഭടാർക്ക് അനന്തദേവി व प्रपंचबुद्धि की कुसंगति के कारण ही उसके हृदय की सात्विकता नष्ट हो जाती है. ഭടാർക്ക് അനന്തദേവി പ്രപഞ്ചബുദ്ധി തുടങ്ങിയ ദുഷ്ടന്മാരുമായുള്ള കൂട്ടുകെട്ടിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സാത്വികത നഷ്ടപ്പെടുന്നത്.
അല്ലെങ്കിൽ നല്ല മനസ്സ് നഷ്ടപ്പെടുന്നത്. फडार्क जब उसे लालच दिखाते हुए कहता है कि साथ देने पर वह लाभ में रहेगा तब वह स्पष्ट कह देता है. അതായത് ഒപ്പം നിൽക്കുകയാണെങ്കിൽ ലാഭം ലഭിക്കും എന്ന് ഫഡാർക്കൻ ശർവനാങ്കിനെ മോഹിപ്പിക്കുമ്പോൾ അദ്ദേഹം സ്പഷ്ടമായി പറഞ്ഞു, ലാഭ് കെ ലിയെ ഹി മനുഷ്യ സബ് കാം കർത്താ ഹെ തോ പശു ബനാ രഹ്നാ ഹി ഉസ്കെ ലിയെ പര്യാപ്തത. ലാഭത്തിനു വേണ്ടി തന്നെയാണ് മനുഷ്യൻ എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത്, അതല്ലെങ്കിൽ അവന് മൃഗമായി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത്. മുജ്സെ യഹ് നഹി ഹോനെ കാ, ഇതെന്നെ കൊണ്ട് കഴിയില്ല. वह महादेवी देवकी की हत्या का विरोध अत्यंत दृढ़ता और निर्भीकता से करता है. മഹാദേവിയായ ദേവകിയെ കൊല്ലാനുള്ള പ്രസ്താവന ദൃഢതയോടും നിർഭയത്വത്തോടും കൂടി അദ്ദേഹം നിരസിക്കുന്നു. ലേക്കിൻ കുछ क्रियों के फेर में पड़कर ही उसे इस निंदनीय कार्य के लिए प्रस्तुत होना पड़ता है. എന്നാൽ ദുഷ്ടന്മാരുടെ വളയത്തിൽ പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ നിന്ദനീയമായ കാര്യം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകേണ്ടി വരുന്നത്. പ്രപഞ്ചബുദ്ധി ശർവനാങ്ക് को शराब पिलाकर महादेवी देवकी की हत्या करने के लिए भेज देता है. പ്രപഞ്ചബുദ്ധി ശർവനാങ്കിനെ മദ്യം കുടിപ്പിച്ചിട്ട് മഹാദേവിയായ ദേവകിയെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. ശർവനാങ്കിക്ക് ഏക കംസോരി ഹെ വഹ് ഹെ പിയക്കേട്. ശർവനാങ്കിൻ്റെ ഒരേയൊരു ദൗർബല്യമുണ്ട്, അതാണ് കുടി അല്ലെങ്കിൽ മദ്യം. മധുര പാൻ കർണേ പർ ഉസ്കി സാരി ബുദ്ധി ഖോ ദേത്താ ഹെ. മദ്യം കുടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ബുദ്ധിയും നഷ്ടപ്പെടുന്നു. പത്നി ഉസെ സമച്ചാത്തി ഹെ, അതായത് ഭാര്യയായ രാമ മഹാദേവിയെ കൊല്ലുന്നതിനെ തടയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അതായത് ശർവനാങ്ക് പറയുന്നു, തൂ ജാ ഹട്ട് ജാ നഹി തോ മുझे एक के स्थान पर दो हत्याएं करनी पड़ेगी. നീ പോകൂ, നീ മാറിപ്പോ, അല്ലെങ്കിൽ എനിക്ക് ഒന്നിൻ്റെ സ്ഥാനത്ത് 2 കൊലകൾ ചെയ്യേണ്ടി വരും. അതായത് മഹാദേവിയെ ദേവകിയെ കൊല്ലുന്നതിന് രാമ തടയുമ്പോഴാണ് രാമയോട് ശർവനാങ്ക് ഇപ്രകാരം പറയുന്നത്, മേ പ്രതിശ്രുതുഹും വചൻ ദേ ചുക്കാഹും, പ്രതിജ്ഞാബദ്ധനാണ്, ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജബ് ഉസ്കി പത്നി വിരോധ് കർത്തി ഹെ തോ വഹ് ഉസ്കി ഹത്യ കർനെ കെ ലിയെ തയ്യാർ ഹോ ജാത്താ ഹെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിനെ എതിർക്കുമ്പോൾ ഭാര്യയെ പോലും കൊല്ലാൻ അദ്ദേഹം തയ്യാറാകുന്നു, അല്ലെങ്കിൽ ശർവനാങ്ക് തയ്യാറാകുന്നു. ലേക്കിൻ വഹ് ശീഘ്രദാസെ ഹാത്ത് ചുടാക്കർ ഭാഗ് ജാത്തി ഹെ. എന്നാൽ തൻ്റെ പിടിപിടിപ്പിച്ച് രാമ അവിടെ നിന്നും ഓടിപ്പോകുന്നു. മദിരാക്ക പ്രഭാവ് ഉസ്കോ വിവേക് ശൂന്യ കർദേത്താ ഹെ. മദ്യത്തിൻ്റെ പ്രഭാവം അദ്ദേഹത്തെ വിവേകശൂന്യനാക്കി തീർക്കുന്നു. ചരിത്രമേ പരിവർത്തൻ. मदिरा का नशा उतरने के बाद अपनी स्थिति का विचार करके दुखी होता है. ശർവനാങ്കിൻ്റെ സ്വഭാവത്തിൽ പരിവർത്തനം. മദ്യത്തിൻ്റെ ലഹരി ഇറങ്ങുന്നതോടെ യഥാർത്ഥ സ്ഥിതി ചിന്തിച്ച് അദ്ദേഹം വളരെയേറെ ദുഃഖിതനാകുന്നു, അല്ലെങ്കിൽ താൻ ചെയ്തു പോയ തെറ്റോർത്ത് വളരെയേറെ ദുഃഖിക്കുന്നു. स्कंदगुप्त के सामने बंदी के रूप में प्रस्तुत किया जाता है तो आत्मग्लानि और पश्चाताप के आंसुओं से अपना കളങ്ക് മിടാനെ കാ പ്രയത്നം करता है. സ്കന്ദഗുപ്തൻ്റെ മുൻപിൽ തടവുകാരൻ്റെ രൂപത്തിൽ ഹാജരാക്കുമ്പോൾ ആത്മദുഃഖത്താലും പശ്ചാത്താപത്താലും ഉള്ള കണ്ണുനീരിനാൽ അദ്ദേഹം തൻ്റെ കളങ്കം മായ്ക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നു. വഹ് കഹ്താ ഹെ, അദ്ദേഹം പറയുന്നു, സാമ്രാട്ട് മുझे വധ് കി ആജ്ഞ ദീജിയെ, ചക്രവർത്തി എന്നെ വധിക്കാനുള്ള ആജ്ഞ തന്നാലും. ഐസെ നീച്ച് കെ ലിയെ അവർ കോയി ദണ്ഡ് നഹി, ഇങ്ങനെ ഒരു നീച്ചനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ശിക്ഷയുമില്ല. ജിതനി യന്ത്രണ സെ ഇസ് പാപി കാ പ്രാൺ നികാലാ ജായേ ഉത്തനാ ഹി ഉത്തം ഹോഗ. എത്രമാത്രം വേദനയോടെ ഈ പാപിയുടെ ജീവൻ പോകുമോ അത്രയും നല്ലതായിരിക്കുമെന്നാണ് ശർവനാങ്ക് സ്കന്ദഗുപ്തനോട് പറയുന്നത്. അതായത് തൻ്റെ തെറ്റോർത്ത് അദ്ദേഹത്തിന് അത്രയേറെ പശ്ചാത്താപമുണ്ട്. മഹാദേവി ദേവകി की हत्या का प्रयत्न ശർവനാങ്ക് का सर्वाधिक ജഘന്യ കാര്യത. മഹാദേവി ദേവകിയെ കൊല്ലാനുള്ള ശ്രമം എന്നത് ശർവനാങ്കിൻ്റെ ഏറ്റവും അധികം നിന്ദിക്കപ്പെടേണ്ട കാര്യമായിരുന്നു. ലേക്കിൻ ക്ഷമാശീൽ സ്കന്ദഗുപ്ത ഉസെ വധ് കർനെ കി ആജ്ഞ ന ദേക്കർ ഉസെ ക്ഷമാ കർത്താ ഹെ. എന്നാൽ ക്ഷമാശീലനായ സ്കന്ദഗുപ്തൻ അദ്ദേഹത്തെ കൊല്ലാൻ ആജ്ഞാപിക്കുന്നതിന് പകരം അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു. മെയിൻ തുമേ മുക്ത് കർത്താഹും, ഞാൻ താങ്കളെ മുക്തനാക്കുന്നു. തുമാരെ അപരാധ ഹി തുമാരെ മർമ്മസ്ഥൽ പർ ബിച്ചുവോ സൈക്കടവും ബിച്ചുവോങ്കെ ടങ്ക് കി ചോട്ട് കരേങ്കെ. നിങ്ങളുടെ അപരാധമാകുന്ന ഈ കുറ്റബോധം അത് നിങ്ങളുടെ ഹൃദയത്തിൽ ആയിരക്കണക്കിന് തേളുകൾ കുത്തുന്നത് പോലെ കുത്തി മുറിവേൽപ്പിക്കും. ആജീവൻ തും ഉസി യന്ത്രണാക്കോ ഭോഗോങ്കെ, ആജീവനാന്തം നിങ്ങൾ ആ വേദന അനുഭവിക്കും.
क्योंकि रामा स्वाति रामा को मैं अपनी आज्ञा से विधवा ना बनाऊंगा. കാരണം രാമ സ്വാതിയായ രാമയെ എൻ്റെ ആജ്ഞയാൽ ഞാൻ ഒരിക്കലും വിധവയാക്കുകയില്ല. स्कंदगुप्त उसे अंतर्वेद का വിഷയപതി നിയുക്ത करता है. സ്കന്ദഗുപ്തൻ അദ്ദേഹത്തെ അന്തർവേദത്തിൻ്റെ വിഷയപതിയാക്കി നിയോഗിക്കുന്നു. अब ശർവനാഗ് സച്ചേ ഹൃദയ സെ ദേശ് കി സേവ करता है. ഇപ്പോൾ ശർവനാഗ് ശരിയായ ഹൃദയത്തോടെ ദേശസേവനം നടത്തുന്നു. वह उत्कोच द्वारा देश में साम्राज्य के विरुद्ध विद्रोह कराने वाले खूणों के षड्यंत्र का भंडाफोड़ करता है. അദ്ദേഹം സമ്മാനങ്ങളിലൂടെ സാമ്രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹൂണന്മാരുടെ ഗൂഢാലോചനയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഭണ്ഡാഫോഡന എന്ന് പറഞ്ഞാൽ വെളിച്ചത്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ ഗൂഢാലോചന കണ്ടെത്തുന്നു. विजया के साथ प्रत्येक बालक वृद्ध युवा को देश सेवा के लिए प्रेरित करता है. വിജയോടൊപ്പം ബാലന്മാരെയും വൃദ്ധന്മാരെയും യുവാക്കളെയും ഒക്കെ ദേശസേവനം നടത്തുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഉസേ ഹൂണോം ദ്വാര അപ്പനി സന്താനോം കാ വധു ഭി ദേഖ്ന പഡ്താ ഹെ. ഹൂണന്മാർ മുഖേന തൻ്റെ മക്കളെ വധിക്കുന്നതും അദ്ദേഹത്തിന് കാണേണ്ടതായി വരുന്നു. इसमें कोई संदेह नहीं कि देश की सेवा के लिए आत्मजनों का बलिदान आत्मबलि से भी अधिक उल्लेखनीय है. അതായത് ദേശസേവനത്തിന് വേണ്ടി ആത്മജന്മാരുടെ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ ബലിദാനം എന്നത് സ്വന്തം ബലിയേക്കാൾ കൂടുതൽ മഹത്വപൂർണമായതാണ്. ശർവനാഗ് का चरित्र विशेष घटनापूर्ण न होते हुए भी महत्वपूर्ण है क्योंकि उसके संक्षिप्त जीवन में उदार चढ़ाव भी विद्यमान है. അതായത് ശർവനാഗിന് ഈ കഥയുടെ സംഭവങ്ങളിൽ പ്രത്യേകിച്ച് വലിയ മഹത്വപൂർണമായ സ്ഥാനമൊന്നുമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ ജീവിതം എന്ന് പറഞ്ഞത് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്.